വൈകുൽത്ത നീ ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദ്യം? ലിമ സവ്വൈത ബൈനൽ ഫിഖ്ഹി വതിബ്ബി. ചികിത്സ കർമ്മശാസ്ത്രവും ചികിത്സാശാസ്ത്രവും ഇത് രണ്ടും ഒരുപോലെയാക്കി നിങ്ങൾ സമമാക്കി. കാരണം ഇത് തിബ്ബ് എന്ന് പറഞ്ഞ സാധനം അഴുതൻ വീണ്ടും പറഞ്ഞാല് ഫിഖ്ഹ് ദുന്യവിയായ ഇൽമാണ്, ദുന്യാവിൽ ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തിബ്ബും യതഅല്ലഖു ബിദ്ദുനിയ, അത് ദുന്യാവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ തിബ്ബ് സിഹത്തുൽ ജസദി, തടിയെ ശരിപ്പെടുത്തലാണ്. തടിയിലുള്ള രോഗാണുക്കളെ നശിപ്പിച്ച് ആരോഗ്യാണുക്കൾ ഉണ്ടാക്കുക. അപ്പോ രോഗശമന ചികിത്സയാണല്ലോ, ശരീരത്തിന്റെ ആരോഗ്യമാണല്ലോ തിബ്ബുകളുടെ ലക്ഷ്യം. ആ തിബ്ബും ദുന്യാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനത്തെ ആ തിബ്ബിനെയും ഫിഖ് ദുന്യാവുമായി ബന്ധപ്പെട്ട് പിന്നെ ദീനുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും സമപ്പെടുത്തിയല്ലോ. എന്താണത്? അതോടൊപ്പം തന്നെ ഈ തിബ്ബുണ്ടല്ലോ, ആരോഗ്യപരമായിട്ടാണെങ്കിലും ആ ആരോഗ്യപരമായ സംഗതി കൊണ്ട് തന്നെ വീണ്ടും ഈ തിബ്ബിനോട് സലാഹുദ്ദീൻ ദീന നന്മയും പറ്റിക്കുന്നുണ്ട്. രണ്ടുമുണ്ടല്ലോ, രണ്ടുമുണ്ട്. അപ്പൊ ഫിഖ്ഹിലുള്ളത് പോലെ ഇതിലുണ്ട്. എന്നിട്ട് സമപ്പെടുത്തി പറഞ്ഞു ആദിക്ക് തസ്വിയത്തും. അങ്ങനെ നിങ്ങളിവിടെ ഫിഖ്ഹിനെയും തിബ്ബിനെയും സമപ്പെടുത്തി ഈ സമവാക്കൽ തുഖാലിഫു, അത് എതിരാകുന്നുണ്ടല്ലോ ഇജ്മാൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ഇജ്മാന് എതിരാകും, അതെതിരാണ്. അപ്പൊ നിങ്ങളെ സമപ്പെടുത്തിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ നീ ചോദിക്കുകയാണ് എങ്കിൽ നീ അറിയണം അന്ന തസ്വിയത്ത, ഇവിടെ സമപ്പെടുത്തുക എന്നുള്ളത് വേറെ ലാസിമത്തി, അത് ലാസിമല്ല, സമപ്പെടുത്തൽ ലാസിമല്ല. ബൽ പിന്നെയോ ബൈനഹുമാ ഫർഖുൻ, ഞാൻ സമപ്പെടുത്തിയും നിങ്ങൾ ലാസിമായി മനസ്സിലാക്കി, ലാസിമേ അല്ലത്. അതും ഇതും തമ്മിൽ സമമാകുന്നത് ലാസിമോടല്ല, ഇതുമില്ല. പിന്നെ എന്തുള്ളൂ? രണ്ടിന്റെ ഇടയിലും വ്യത്യാസമുണ്ട്, ഫർഖുണ്ട്. അന്നൽ ഫിഖ്ഹ, നിശ്ചയമായിട്ട് ഫിഖ്ഹ് എന്ന് പറഞ്ഞ സാധനം കർമ്മശാസ്ത്രം അറിവാണല്ലോ. അശ്റഫു മിൻഹു, അത് തിബ്ബിന്റെ ഇൽമിനേക്കാളും ഉന്നതിയുള്ളതാണ് ഫിഖ്ഹ്. എത്ര വിധത്തിലൂടെ? മിൻ സലാസത്തി ഔജിഹ്, 3 വിധത്തിലൂടെ. 3 വജ് എടുത്ത് പരിശോധിക്കാം. 3 റൂട്ടിലൂടെ ചിന്തിക്കുമ്പോൾ തിബ്ബുൽ ഇൽമിനേക്കാളും മേലെ നിൽക്കുന്നതും ശ്രേഷ്ഠതയുള്ളതും ഇൽമുൽ ഫിഖ്ഹ് തന്നെയാണ്. അഹദുഹ, ഈ സലാത്ത് ഔജിഹ് എന്ന് പറഞ്ഞതിൽ ഒന്ന് അന്നഹു ഇൽമുൻ ശർഈയ്യൻ, ഫിഖ്ഹ് എന്ന് പറഞ്ഞ ശർഈയായ ജ്ഞാനമാണ്. ശർഈയായ ജ്ഞാനമാണെന്ന് പറയാൻ കാരണം ഇത് ഹുവ മുസ്തഫാദു മിൻ നുബുവ്വ, ഈ ഫിഖ്ഹിന്റെ അറിവുകൾ കർമ്മമായി വിധി പറയുകയാണല്ലോ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? നുബുവ്വത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ്. നുബുവ്വത്തിലൂടെ കിട്ടിയ അറിവാണ് ഫിഖ്ഹ്, ഈ ഇൽമു ശർഈയായ ഫിഖ്ഹ്. ബിഖിലാഫി തിബ്ബി, തിബ്ബിന്റെ ഇൽമു അങ്ങനെയല്ല. ഫഇന്നഹു, നിശ്ചയമായിട്ടും തിബ്ബിന്റെ ഇൽമു ലൈസ മിൻ ഇൽമി ശർഈ, അത് ശർഈന്റെ ഇൽമിൽ പെട്ടതല്ല. അപ്പൊ ശർഈന്റെ ഇൽമിൽ പെടാത്തതായിരിക്കുന്ന തിബ്ബും ശർഈൽ പെട്ടതായിരിക്കുന്ന ഫിഖ്ഹും നോക്കുമ്പോൾ ഫിഖ്ഹിന്റെ സ്ഥാനം അപ്പൊ നിനക്ക് പുറക്കുണ്ടല്ലോ. ഈ അസാനി, ഈ രണ്ടാമത്തെ വജ്ഹ് എന്താ? അന്നഹു ലാ യസ്തവൈനി അൻഹു അഹദുൻ മിൻ സാലികി ത്വരീഖിൽ ആഖിറതി അൽബത്തത. ലാ യസ്തവൈനി അൻഹു, ഈ ഫിഖ്ഹിനെ തൊട്ട് ആവശ്യം തീരാൻ കഴിയൂല, ആവശ്യം തീരൂല. ആവശ്യമാണ്, ഒരാൾക്കും ആവശ്യം തീരൂല. മിൻ സാലികി ത്വരീഖിൽ ആഖിറതി, ആഖിറത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കും ഈ ഫിഖ്ഹിനെ തൊട്ട് ആവശ്യം തീരില്ല. കാരണം അവന്റെ കർമ്മങ്ങൾ ശരിയാണോ തെറ്റോ എന്ന് അറിയണ്ടേ, അപ്പോഴേ തരീഖത്തിൽ ആഖിറത്ത് ശരിയായി കിട്ടുള്ളൂ. അപ്പോ ശർഈയായിരിക്കുന്ന തരീഖത്തിൽ ആഖിറത്തിൽ കടന്നവർക്ക് ഇത് ഇൽമ ആവശ്യമാണ്. ഒരിക്കലും അത് അങ്ങനെന്താവില്ല, ആവശ്യം തീരില്ല, ആവശ്യം തന്നെയാണ്. ആർക്കെന്ന് ചോദിച്ചാൽ ലസഗിഹു വൽ മരീദു, രോഗിയാക്കും ഇത് ആവശ്യമാണ്, ആരോഗ്യമുള്ള ആൾക്കും ഇത് ആവശ്യമാണ്. കാരണം രോഗിയായ ആളുകൾക്കും ഇബാദത്ത് ചെയ്യണം, ആരോഗ്യമുള്ള ആളുകൾക്കും ഇബാദത്ത് ചെയ്യണം. രോഗിയായ ആൾ ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് മര്യാദകൾ പഠിക്കണ്ടേ, അതിന് ശർഈന്റെ കാഴ്ചപ്പാട് അറിയേണ്ടതുണ്ട്. ആരോഗ്യപരമായി ജീവിക്കുന്ന ആളുകൾക്കും ഈ പറയുന്ന ഇൽമു അത്യാവശ്യമാണ്. അപ്പൊ ആരും ഇന്ന് ഒഴിവല്ല, അത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു ജ്ഞാനമാണ് ഫിഖ്ഹിന്റെ ജ്ഞാനം. അമ്മ തിബ്ബു, അപ്പൊ തിബ്ബോ
ഫല യഹ്താജു ഇലൈഹി ഇല്ലൽ മർവ. ഇതിൽ രോഗികൾ ആരാണോ ഓൽക്ക് മാത്രമേ ഡോക്ടറെ കാണേണ്ടതും മരുന്നും വേണ്ടതുള്ളൂ. രോഗമില്ലാത്തവർക്ക് അത് ആവശ്യമില്ലല്ലോ. ഒഹുമല്ല കല്ലൂൻ, അവര് കുറവല്ലേ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാർ കുറവാണ് തിബിന്റെ ഇൽമ്. അത് എല്ലാവർക്കും ബാധകമില്ല. ഫിഖ് അങ്ങനെ എല്ലാവർക്കും ബാധകം. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോഴും ഇൽമു തിബിനേക്കാൾ അഷറഫായത് ഇൽമുൽ ഫിഖ് ആണെന്ന് കിട്ടുമല്ലോ. അസ്സാലിസു, ഇനി മൂന്നാമത്തെ ന്യായം, അന്ന ഇൽമൽ ഫിഖ്ഹി, നിശ്ചയമായിട്ടും ഫിഖ്ഹിന്റെ ഇൽമ് മുജാബിറുൽ ഇൽമി ത്വരീഖിൽ ആഖിറത്തി, ആഖിറത്തിലേക്കുള്ള ജ്ഞാനം എന്തൊക്കെയുണ്ടോ ആജ്ഞപരമായിട്ട് ആഖിറത്തിന്റെ വഴിയെ കുറിച്ച് അറിയുന്ന ഇൽമുകളുണ്ട്. എങ്ങനെയാ റൂട്ടുകൾ എന്നൊക്കെ മനസ്സിലാക്കുക. ആ അറിവിനോട് അയൽപക്കം കെട്ടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ ഫിഖ്. അപ്പൊ ഈ മൂന്ന് വിധേന വെച്ച് നോക്കുമ്പോഴും ഇൽമു തിബിനേക്കാൾ അഷറഫായി നിൽക്കുന്ന ഇൽമു ഫിഖ് അല്ലേ. അപ്പൊ തന്നെ ഫർക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. എന്തേ അങ്ങനെ പറയാൻ കാരണം, ലി അന്നഹു നളറു ഫി അഅ്മാൽ ജവാരിഹി, കാരണം ഈ ഫിഖ് നളറു ഫി അഅ്മാൽ ജവാരിഹി, അവയവങ്ങളുള്ള കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങളിലാണ് ഫിഖ്ഹിന്റെ നോട്ടം. വ മസ്തറു അഅ്മാൽ ജവാരിഹി, എന്നാൽ അവയവങ്ങളുടെ അമലുകൾ ഉണ്ടാകുന്നതും മൻഷൗഹ, അതിന്റെ ഉത്ഭവവും എന്തിന്റെ ഗുണമാണ്? സിഫാത്തുൽ ഖുലൂബി, അത് കൽബുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗുണങ്ങളാണ്. ആ ഗുണങ്ങളിൽ നിന്നല്ലേ എന്തുണ്ടാകുന്നുള്ളൂ? അവയവങ്ങൾ, കർമ്മങ്ങൾ വരുള്ളൂ. അപ്പോ ഫൽ മഹമൂദ് ബിൽ അഅ്മാലി, കർമ്മങ്ങളിൽ വാഴ്ത്തപ്പെടുന്നത് യസ്തുർ, അത് ഉണ്ടാകും. അൽ അഖ്ലാഖിൽ മഹമൂദത്തി അൽ മുൻജിയത്തി ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ചെല്ലുമ്പോൾ രക്ഷ കിട്ടുന്ന വാഴ്ത്തപ്പെടാൻ പറ്റുന്ന സ്വഭാവങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വരണം. അങ്ങനെ വരുമ്പോൾ അതിനുണ്ടായിത്തീരുന്നതാണ് നല്ല കർമ്മങ്ങൾ. അപ്പൊ മനുഷ്യന് നന്നാവണമെന്ന് മനസ്സിലുണ്ടാവുമ്പോൾ അതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട് വരുന്ന ഒന്നല്ലേ നല്ല നല്ല കർമ്മങ്ങൾ കാണുമെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ മനസ്സുകൊണ്ട് നന്നായാലല്ലേ ആഖിറം കിട്ടുള്ളൂ. അപ്പൊ ആഖിറത്തിന്റെ ആ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ജ്ഞാനവും അതിന് ബന്ധമുണ്ടെന്ന് കിട്ടിയാലോ. ഫിഖ്ഹിന് വൽ മദ്മൂമു യസ്ദുറു മിനൽ മദ്മൂമി, മോശമായി ഇകഴ്ത്തപ്പെടുന്ന ജ്ഞാനങ്ങളുണ്ട്, അതൊക്കെ കർമ്മങ്ങൾ, അതൊക്കെ മോശമായ സ്വഭാവത്തിനുണ്ടാവുക. ഒരാൾക്ക് നിസ്കരിക്കണ്ട, ഇവാത്തൊന്നും വേണ്ട, അയാൾക്ക് തോന്നി അത് ചെയ്യാൻ തോന്നി മനസ്സില്, അപ്പൊ അയാളനുസരിച്ച് ചെയ്യാണ്. അപ്പൊ മഹമൂദുണ്ട്, മഹ്മൂമുണ്ട്. ഇത് രണ്ടും കൽബുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ്. അതിനാണ് അവയവങ്ങൾ ശരിയായി വരിക. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ഫിഖ്ഹിന് ബന്ധമുണ്ട് ആഖിറത്തിനേറ്റ്. വലൈസ യഖ്ഫ ഇത്തിസാൽ ജവാരിഹ് ഖൽബ്, ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോ കൽബ് കൊണ്ട് അവയവങ്ങൾക്കൊരു ബന്ധം ചേരലുമുണ്ട്, നിഗൂഢമല്ല. എല്ലാവർക്കും അറിയാലോ, കൽബുമായിട്ടും അവയവങ്ങളുമായിട്ടും എന്തുണ്ട്? ഒരു ചേർച്ചയുണ്ട്, ചേരലുണ്ട്. അതാർക്കും നിഗൂഢമല്ല, അവ്യക്തമല്ല, വ്യക്തമായ കാര്യമാണല്ലോ. എന്നാൽ അമ്മ സിഹത്തു വൽ മറവും, അപ്പോ രോഗവും ആരോഗ്യവും ഇത് രണ്ടും ചിന്തിച്ചു നോക്കൂ. അപ്പൊ മൻസൂഹുമ, അത് രണ്ടിന്റെയും ഉത്ഭവം ഉണ്ടാവും. സഫാഉം ബിൽ മിസാജി വൽ അഖ്ലാഖി, നമ്മുടെ ശരീരങ്ങളിലേക്ക് ചേരുവകയിലും കൂടിച്ചേണ്ടതിലും വിത്തവും കഫവും മാറിലും ഒക്കെ തെളിഞ്ഞ് റെഡിയായി വരണം. അങ്ങനെ നല്ല നല്ല സാധനം തിന്നുമ്പോഴല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. മോശമായി പോയി കഴിഞ്ഞാൽ രോഗാണുക്കൾ കൂടിയാൽ പിന്നെ രോഗം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ ചേരുവകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് ചേരേണ്ടവ നല്ലവർക്ക് ചേർന്നാൽ ആരോഗ്യമുണ്ട്. അതിന്റെ ഘടനകൾ തെറ്റിപ്പോയാലോ രോഗം ഉണ്ടാവും. ഇതിന്റെ ഉത്ഭവം അങ്ങനെയാണ്. വദാലിക, അപ്പർണ ആ ചരലുകളും അതിന്റെ സംഗതി എവിടുന്ന? മിൻ ഔസാഫിൽ ബദനി, അത് ശരീരത്തിന്റെ ഗുണത്തിൽപ്പെട്ടതാണ്. ലാ മിൻ ഔസാഫിൽ ഖൽബി, ഖൽബിന്റെ ഗുണങ്ങളിൽപ്പെട്ടതല്ല. പനി, ജലദോഷം, നീർദോഷം, വീർക്കല്, വേദനകള്, ഇതൊന്നും ഖൽബിയായ ഒന്നല്ല. ഇതൊക്കെ ശരീരത്തിൽ വന്ന ഒന്നാണ്. അതുകൊണ്ടല്ലേ ഭൗതിക ഡോക്ടർക്ക് ചെന്നാൽ സൂചി അടിക്കുന്നതും ഗുളിക തരുമ്പോ അത് മാറണം. അതുകൊണ്ടല്ലേ അത് ജസദുമായി ബന്ധപ്പെട്ടതാണ്, ഖൽബുമായി ബന്ധപ്പെട്ടത് അല്ല. അങ്ങനെയല്ല നമ്മുടെ ഫിഖ്. ഇനി ആലോചിച്ച് നോക്കുക. ഇനിയെങ്ങാനും തിബിലേക്ക് ഫിഖ്ഹിനെ ചേർക്കപ്പെട്ടു എന്ന് വന്നാൽ തിബിലേക്ക് എന്തിനെ ചേർക്കുക? നമ്മുടെ ഫിഖ്ഹിനെ ചേർത്ത് വന്നു. അപ്പോ ആ തിബിലേക്ക് ചേരുമ്പോ ഫിഖ്ഹിന്റെ സ്ഥാനം എത്ര മനസ്സിലാക്കാൻ കഴിയും.
ഇനി ഇൽമു ത്വരീഖിൽ ആഖിറത്തെയും അങ്ങനെ വരുമ്പോൾ ആഖിറത്തിന്റെ ഇൽമിനെ ചേർക്കപ്പെടുകയാണെങ്കിൽ ഫിഖിലേക്ക് ചേർക്കപ്പെടുകയാണെങ്കിൽ ഐദൻ ഫിഖിലേക്ക് ഫിഖിനെ ചേർത്തപ്പോൾ ഫിഖിന്റെ സ്ഥാനം മനസ്സിലായതുപോലെ ഫിഖിലേക്ക് ആഖിറത്ത് ത്വരീഖിന്റെ ഇൽമിനെ ചേർത്താൽ സറഫ അവൻ അള്ളാഹുടെ ഷർഫ് ഇൽമി ത്വരീഖിൽ ആഖിറത്തി, അപ്പോൾ ആഖിറത്തിന്റെ വഴിയിലേക്കുള്ള ജ്ഞാനത്തിന്റെ സ്വരാട്ടത വെളിവാകുമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങളും തെളിവായി കഴിഞ്ഞില്ലേ? ഇവിടെ തെസ്ലിയത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു.